ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സരോജം കുട്ടിയോട് ചോദിക്കാണ് മോൾക്ക് എങ്ങനെയാണ് ഈ അവസ്ഥ വന്നതെന്ന് പറയുമ്പോൾ കുട്ടി കാര്യങ്ങളൊക്കെ പറയാനിട്ടോ. എന്നാൽ ഈ സമയത്ത് സത്യാമ്മയോട് ഒരിക്കലും തുറന്ന് പറയരുത് ആൻറ്റി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സത്യാമ്മ തുടയടിച്ച് പൊട്ടിക്കും, അതുകൊണ്ട് ആൻറ്റി ഇത് തുറന്ന് പറയരുത് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇത് കേൾക്കുന്ന സരോജത്തിന് ഭയങ്കര സങ്കടമാവാണ്. ഇതേ സമയം വിഷ്ണുവിനെയാണ് കാണിക്കുന്നത്. വിഷ്ണുവിൻ്റെ കാലിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ രാഘവൻ പറയണേ, വൈദ്യസഹായം എല്ലാം തേടായിരുന്നില്ലേ, ഇന്നലെ രാത്രി മുഴുവൻ ഒഴിഞ്ഞു തരാൻ ആളൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്താന്നൊക്കെ ചോദിക്കുമ്പോഴാണ് കാർത്തിക് അങ്ങോട്ടേക്ക് മരുന്നുമായി വരുന്നത്. ഇതാ വിഷ്ണു ഏട്ടാ മരുന്ന് എന്ന് പറയാനേട്ടാ. എന്നാൽ ഈ സമയം സത്യഭാമ ഇത് കണ്ടുവരുന്നു കേട്ടോ. ഇതേ സമയം സത്യഭാമയാണെങ്കിലോ ഇങ്ങനെ മകനോട് ചോദിക്കുകയാണ്, മോനെ വിഷ്ണു നീ എന്തെങ്കിലും കഴിച്ചോ? അപ്പോഴേക്കും പൊന്നി എവിടെ എന്ന് ചോദിക്കുകയാണ് രാഘവൻ. പൊന്നി എവിടെ, ശ്യാമ എന്തെങ്കിലും കഴിച്ചാണാവോ എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ല എന്നുള്ള വാക്ക് കിട്ടുന്നു കേട്ടോ സത്യഭാമയിൽ നിന്ന്. അപ്പോൾ ഈ സമയം സത്യഭാമ അത് പറഞ്ഞുകൊണ്ട് തന്നെ രാഘവൻ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഇവിടെ കിടന്ന് മരിക്കാനായിരിക്കും എന്ന് പറയുമ്പോൾ, ദേ രാഘവേട്ട നിങ്ങൾ എന്ത് മുന വെച്ചും ഉള്ളു വെച്ചും സംസാരിച്ചാലും എനിക്ക് അവളെ കൊണ്ടുവരാൻ യാതൊരു ലക്ഷ്യവുമില്ല. അവളെ ഈ വീടിൻ്റെ പടി ചവിട്ടിക്കില്ല എന്ന് പറയുന്ന സമയത്താണ് കേട്ടോ ഷാലിനി വന്ന് കയറുന്നത്. ഷാലിനിയെ കാണുന്ന പിള്ള അങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം വിഷ്ണു അതേ പുഞ്ചിരി ചിരിച്ച് നിൽക്കുമ്പോഴാണ് സത്യഭാമ ഇവരുടെ ചിരി കണ്ട് തിരികെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഷാലിനി വന്ന് നിൽക്കുന്നു കേട്ടോ. ഷാലിനിയെ കാണുന്ന സത്യഭാമ, എന്താടി ഈ സത്യഭാമയുടെ വീട്ടിൽ നീ ഇറങ്ങിപ്പോടി എന്ന് പറയുമ്പോൾ ഇല്ല പോവില്ല എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന സത്യഭാമ, ആഹാ എൻ്റെ വീട്ടിൽ പോവില്ലെന്ന് പറയാം, അത്രയും വലിയ അധികാരം നിനക്കോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ കൊണ്ടുവന്ന ആൾ എന്നോട് പോകാൻ പറഞ്ഞാൽ ഞാൻ പോവും, സത്യഭാമയുടെ വീട്ടിൽ സത്യഭാമയ്ക്ക് വലിയ ആളോ എന്നിങ്ങനെ ചോദിക്കുന്നു കേട്ടോ. ഈ സമയം ഇതങ്ങ് കേട്ട ഉടൻ തന്നെ ഷാലിനി മാറി നിൽക്കുമ്പോൾ പിന്നീട് രോഹിത്തായിരിക്കും. രോഹിത്തിനെ കാണുന്ന സത്യഭാമ ആകെ ഞെട്ടാണ്. പിന്നീട് സത്യഭാമയല്ലേ ആള് മുൻകോപം കൂടുതലായതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടാണെങ്കിലും തൻ്റെ വാശി നിറവേറണമെന്നുള്ള സത്യഭാമയുടെ അഹങ്കാര ഭാവമുണ്ടല്ലോ, അത് സത്യഭാമ രോഹിത്തിനോട് ചോദിക്കുകയാണ്, എടാ നീ ഇട്ടിരിക്കുന്ന മുണ്ടും ഷർട്ടും ഇത് ഞാൻ വാങ്ങിത്തതാണ്, അപ്പം എൻ്റെ കൈക്ക് തന്നെ നീ കൊത്തുന്നോ എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ പറഞ്ഞാൽ ശരിയാണ്, ഞാൻ ഇട്ടിരിക്കുന്ന മുണ്ടും ഷർട്ടും അത് മാത്രമല്ല ഈ ജീവിതം തന്നെ ഈ സത്യഭാമ തന്നതാണ്, അത് സത്യഭാമക്ക് മുന്നിൽ ഞാൻ അടിയറവ് വെക്കുന്നുണ്ട്, പക്ഷെ എങ്ങനെ അടിയറവ് വെക്കണമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴെനിക്ക് ഏറ്റവും വലുത് എനിക്ക് എൻ്റെ ഭാര്യയാണ് എന്ന് പറയുമ്പോൾ സത്യാമ്മ അവിടെ ഒന്ന് ഞെട്ടുന്നു കേട്ടോ. എന്നാൽ ഈ സമയം സത്യാമ്മ പറയണേ, നിനക്ക് എന്നേക്കാൾ വലിയ അധികാരമോ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ സത്യാമ്മ ഞാനൊരു കാര്യം പറയട്ടെ. സത്യാമ്മ എൻ്റെ അമ്മ എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും വലുതായിരുന്നു. എൻ്റെ അമ്മ മരിച്ചപ്പോൾ പിന്നെ എനിക്കൊരു ജീവിതമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് സത്യാമ്മ എന്നെ കൈപ്പിടിച്ച് ഈ വീട്ടിലോട്ട് കയറ്റിയത്. പിന്നീട് എൻ്റെ അമ്മയോട് പറഞ്ഞ വാക്കുകൾ, എൻ്റെ അമ്മ സത്യാമ്മയോട് പറഞ്ഞ വാക്കുകൾ സത്യാമ്മയുടെ മനസ്സിലുണ്ടായത് കൊണ്ട് തന്നെ സത്യാമ്മ എല്ലാം നിറവേറ്റി തന്നു. എന്നാൽ ഈ സമയം എനിക്ക് അതൊക്കെ നിറവേറ്റി തരുമ്പോൾ ഒരു പെണ്ണിലാണ് ഞാൻ എൻ്റെ ജീവിതം തന്നെ മടുത്തു എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു സമയത്താണ് എൻ്റെ ജീവിതത്തിലോട്ട് ശ്യാമ എന്ന ആൾ വന്നത്. ശ്യാമ എന്ന ആൾ വന്നപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളാണ് കിട്ടിയത്. സത്യഭാമ എന്ന് പറയുന്ന ഒരു കരുത്തുള്ള ഒരു അമ്മയും അതുപോലെ തന്നെ സ്നേഹിക്കാൻ മാത്രമായിരുന്ന ഒരു അച്ഛനെയും കിട്ടിയപ്പോൾ, ഏട്ടനെ സ്ഥാനത്ത് കാണുന്ന ഒരു ബ്രോയും കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ എൻ്റെ അമ്മ പോയ ആ വേർപാട് ഞാൻ മറന്നിരിക്കുന്നു. എന്നാൽ ഈ കുടുംബത്തിനോട് ഞാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആ ഒരു വേദന എന്നിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് സത്യമ്മ എന്നെ അംഗീകരിച്ച് മകനായി അംഗീകരിച്ച് സുഖ സൗകര്യങ്ങളെല്ലാം തരുമ്പോൾ ഞാൻ എന്നും ഓർക്കുന്നുണ്ട് ആ ഒരു സത്യമ്മ പറയണ്ട, അതെൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോഴെന്നോട് ദൈവത്തിനെ പോലും ഞാനിപ്പോൾ വെല്ലുവിളിക്കും ആ ഒരു സ്ഥിതിയാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ പോലും ഞാനിപ്പോൾ കേൾക്കാതെയും കണ്ടിട്ട് ഞാനിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇതൊക്കെ ചെയ്യുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന സത്യഭാമ പറയണേ, എടാ എൻ്റെ കൈ വിടടാ എന്ന് പറയുമ്പോൾ നീ എന്നൊക്കെ വലുതാണോ നിനക്ക് മറ്റുള്ളവർ, നീ ആയോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, എൻ്റെ വാക്കിന് നീ വില കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതാണ് സത്യമേ ഞാൻ പറഞ്ഞത്, ആരുടെ വാക്കിന് ഞാൻ വില കൊടുക്കില്ല. കാരണം എന്താണെന്നറിയോ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയാണ് എനിക്ക് വലുത്. കാരണം സത്യാമ്മ വിചാരിക്കുന്നത് പോലെയൊന്നുമില്ല, ഞങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു ഒരു ചെറിയ രോഗം. ഞാനും എൻ്റെ മോളും എൻ്റെ ഭാര്യയും അവർക്കിടയിലുള്ള ആ സന്തോഷമാണ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സത്യാമ്മ ഒരു കാര്യം ഓർക്കണം, ശ്യാമയ്ക്ക് തൻ്റെ അനിയത്തിയും ഈ പറയുന്ന ജ്യേഷ്ഠത്തെയും വിഷ്ണുപ്രോയുടെ കല്യാണവും ഈ പറയുന്ന ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെ ഉണ്ടായപ്പോഴും ഞങ്ങളെ ബാധിച്ചിരുന്നില്ല. ഞങ്ങളിവിടെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നു. പക്ഷേ അത് ശ്യാമയെ വേദനിപ്പിക്കാഞ്ഞിട്ടല്ല, ശ്യാമ മിണ്ടാതിരുന്നിരുന്നതെന്ന് വെച്ചാൽ ശ്യാമ ആദ്യത്തിലൊക്കെ എന്നോട് സങ്കടം പറഞ്ഞിരുന്നു. പിന്നീട് സങ്കടം പറയുമ്പോൾ ഞാൻ ശ്യാമയോട് ഇക്കാര്യങ്ങൾ തുറന്നു പറയും. ഇക്കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ശ്യാമയുടെ ഉള്ളിൽ മനസ്സിലായി അവൾ എന്നോട് പറയുന്ന കാര്യങ്ങൾ
കാര്യങ്ങളെല്ലാം എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. പിന്നീട് അങ്ങ് എന്നെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ സത്യാമ്മയെ വേദനിപ്പിക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവളതെല്ലാം അവളിൽ അടക്കി പിടിച്ചു. എന്ന് വെച്ച് അവിടേക്ക് കൂടപ്പറപ്പുകളും കുടുംബ ബന്ധങ്ങളും വേണ്ടെന്ന് കരുതിയിട്ടല്ല, എല്ലാം സഹിച്ചു ക്ഷമിച്ചുമാണ് ശ്യാമയും ഞാനും എല്ലാവരും ഇവിടെ ജീവിച്ചിരുന്നത്. സത്യാമ്മയുടെ പരാതിയോ പരിഭവോ ഒന്നും പറയാൻ നിന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴെൻ്റെ ശ്യാമയ്ക്ക് എന്ന് പറയുന്നത് ഡോക്ടർ പറയുന്നത് എന്താണ്, ഏറ്റവും വലിയ മരുന്ന് ശാലിനിയാണെന്നാണ്. അവിടെ കുഞ്ഞേച്ചി കൊണ്ടുവന്നാൽ മാത്രമാണ് എൻ്റെ ശ്യാമ തിരികെ ജീവിതത്തിലോട്ട് വരുന്നത്. ഇന്നലെ ഇവള് വീണത് മുതൽ പിന്നീട് അങ്ങ് ജലപാനം പോലും കഴിച്ചിട്ടില്ല, ഉറങ്ങുന്നില്ല. ഊണിലെ ഉറക്കത്തിൽ അവൾ പറയുന്ന വാക്ക് കുഞ്ഞേച്ചിയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരേ ഒരു മരുന്നെന്ന് പറയുന്നത് കുഞ്ഞേച്ചിയാണ്. ആ കുഞ്ഞേച്ചിയെ കൊണ്ടുവന്ന എനിക്കെൻ്റെ ശ്യാമയെ തിരികെ കിട്ടിയെങ്കിലോ, എൻ്റെ ശ്യാമയല്ലേ സത്യാമ്മ എൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വീശി തന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു വെളിച്ചം തിരിച്ചു കിട്ടിയെങ്കിലോ, അതിനുവേണ്ടി മാത്രമാണ് ഞാനിവിടെ കൊണ്ടുവന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു അർത്ഥത്തിലുമല്ല എന്ന് പറയുമ്പോൾ സത്യാമ്മക്ക് അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ. എന്നാൽ ഈ സമയം സത്യാമ്മ അത് അംഗീകരിക്കുന്നില്ലെന്ന് കാണുമ്പോൾ രോഹിത് പറയണേ, എന്നാൽ ശരി, ശാലിനിയെ ഇവിടെ നിർത്താൻ കഴിയില്ല എന്നുള്ളതല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ശ്യാമയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുക. അത് കേൾക്കുന്ന രാഘവൻ ചോദിക്കും, എങ്ങോട്ടേക്കെന്ന് അറിയില്ല. ശാലിനിയെ നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലം, അത് പെരുവഴിയിലാണെങ്കിൽ അവിടെ നിർത്തി ഞാൻ എൻ്റെ ശ്യാമയെ ജീവിതത്തിലോട്ട് കൊണ്ടുവരും. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ആ ആഗ്രഹം എനിക്ക് നിറവേറ്റണം. കാരണം എനിക്കെൻ്റെ ശ്യാമയില്ലാതെ കഴിയില്ല എന്ന് പറയുമ്പോൾ, നിൽക്കടാ അവിടെ എന്ന് രാഘവൻ പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേട്ടോടെ സത്യാമ്മ ഞെട്ടാണ്. എടാ, ഇവിടെ ആര് തടയുന്നെന്ന് ഞാൻ നോക്കട്ടെ. കാരണം ഇവിടെ നീ പറയുന്നത് പോലെ നിൻ്റെ ഭാര്യ, അത് നിൻ്റെ ഭാര്യയാണ് നിനക്ക് എല്ലാം, അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഒരു ആപത്ത് വരുമ്പോഴാണ് ഭാര്യയുടെ വില അറിയുക. അതുകൊണ്ട് നിൻ്റെ ഭാര്യ ജീവിതത്തിലോട്ട് തിരികെ വരാൻ ഈ പറയുന്ന മരുന്നാണ് ഏറ്റവും ആവശ്യമെങ്കിൽ ശാലിനി ഇവിടെ നിൽക്കോ, ശാലിനി ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം അവിടെ സത്യഭാമക്ക് ഇനി ഒന്നും പറയാനാവില്ല. ഇനി ഇവിടെ ആരാ തടയുന്നത് ഞാനൊന്ന് നോക്കട്ടെ എന്ന് രാഘവൻ അവിടെ പറയുമ്പോൾ സത്യഭാമയാണെങ്കിലോ അങ്ങനെ ദേഷ്യത്തോട് കൂടി നിൽക്കുകയാണ്. ഇതേ സമയം മോളെ ശാലിനി നീ ചെല്ലി എന്ന് പറയട്ടോ. എന്നാൽ അച്ഛാ എന്ന് പറഞ്ഞ് രാഘവൻ്റെ അടുത്തോട്ടും പിള്ളയുടെ അടുത്തോട്ടും അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ മുഖാമുഖം നോക്കുമ്പോൾ പരിസരം വിട്ട് രണ്ടുപേരും ഹിമവെട്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ ഇവരുടെ ഇടയിൽ ആഴത്തിൽ തന്നെ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ആ ഒരു ഇത് കാണുമ്പോൾ അവിടെ രാഘവൻ ഇടപെടുകയാണ്. മോളെ ശാലിനി എന്ന് പറയുമ്പോൾ ആ ഒരു അവർ തമ്മിലുള്ള ആ ഒരു കണ്ണുകൊണ്ട് പരസ്പരം സംസാരിക്കുന്ന അതങ്ങ് അവിടെ നിർത്തലാക്കുകയാണ് രാഘവൻ. കാരണം ഇനി സത്യഭാമക്ക് അതിൽ ദേഷ്യം വരുമെന്ന് കരുതിയിട്ട്. അപ്പോഴാണ് സത്യാമ്മ പറയുന്നത്, അതെ, ഇവിടെ ശ്യാമയെ നോക്കാൻ ഒരാളെന്ന് മാത്രം, ശ്യാമയുടെ ജ്യേഷ്ഠത്തി എന്ന നിലക്ക് മാത്രം, അല്ലാതെ വേറൊരർത്ഥം ഇവിടെ ആരെയും കാണണ്ട, ആരും അത് കണ്ടിട്ടും കാര്യമില്ല, ആർക്കും അത് മോഹിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ മുള്ളും മുനയും വെച്ചുള്ള സത്യാമ്മയുടെ ആ വാക്കിട്ട. അങ്ങനെ ശാലിനി മേലോട്ട് കയറിപ്പോകുക. രോഹിത് ഇനി കൊണ്ടുപോയെന്ന് പറഞ്ഞ് ശാലിനി മേലോട്ട് കയറി പോകുമ്പോൾ ഉടൻ തന്നെ സത്യാമ്മ, അതെ രാഘവേട്ട, നിങ്ങൾ നേരത്തെ പൊന്നി എവിടെയെന്ന് ചോദിച്ചില്ലേ, പൊന്നിക്ക് പകരം ഒരാൾ വന്നിരിക്കുന്നു എന്ന് മാത്രം. ഇനി പൊന്നിക്ക് ഈ ഒരു ദിവസത്തെ ലീവാണ് ഞാൻ കൊടുത്തിരുന്നത്, പക്ഷേ എന്നേക്കുമായി ഒരു ലീവ് കൊടുത്തെങ്കിലോ എന്നും ചിന്തിക്കുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ രോഹിത് നോക്കുന്നുണ്ട്. പക്ഷേ രോഹിത് അത് വകവെക്കാതെ രോഹിത് അവിടെ നിന്നും ശാലിനിയെ കൊണ്ടുപോവാണ്. എന്നാൽ ഈ സമയം വിഷ്ണുവിൻ്റെ മനസ്സിൽ ഡബിൾ ലഡുവാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ഇവിടെ കാർത്തികയാണെങ്കിൽ, ഈശ്വര, എന്തെങ്കിലും ഇവരുടെ ഇടയിൽ തുറപ്പിച്ചിട്ട് കിട്ടിയിട്ടാണോ ശാലിനിയുടെ കയറി വരവ്, എനിക്ക് പേടിയാവുന്നു എന്നിങ്ങനെ കാർത്തിക ചിന്തിക്കുന്നു. ഇതേ സമയം വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് രാഘവൻ പറയാണ്, സത്യാമ്മ അങ്ങ് പോകുമ്പോഴാണ് കേട്ടോ പറയുന്നത്. സത്യാമ്മ അങ്ങ് പോയി കഴിഞ്ഞിട്ട് വിഷ്ണുവോട് പറയണേ, ഭാര്യമാരെ സംരക്ഷിക്കാൻ ചിലവരൊക്കെ എങ്ങനെ ചെയ്യും, അവനെങ്കിൽ ആ നട്ടലുണ്ടായല്ലോ എന്നിങ്ങനെ വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ പുഞ്ചിരിച്ചും കൊണ്ടിരിക്കുന്നു കേട്ടോ. വിഷ്ണുവിന് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രയും സന്തോഷവാനാണ് വിഷ്ണു. എന്നാൽ ഈ സമയം ശ്യാമയാണെങ്കിലോ കുഞ്ഞേച്ചിയെ കാണുമ്പോൾ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി കണ്ണൊക്കെ തുറിച്ച് നല്ല ഒരു ഇതോടുകൂടി നോക്കുകയാണ്. അപ്പോൾ മോളെ എന്താടി നിനക്ക് എന്ന് പറഞ്ഞ് തൻ്റെ കൈകളിൽ ശ്യാമയെ ഇങ്ങനെ കോരിയെടുക്കുകയാണ് കേട്ടോ. ഇവൾക്ക് യാതൊരു കുഴപ്പമില്ല, ഇവൾക്ക് ഞാൻ വന്നു, ഇവൾ ഇനി സന്തോഷവതിയാണ്, ഇവളുടെ അസുഖമൊക്കെ മാറി, എടി മോളെ നിർത്തിയേക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി പെട്ടെന്ന് തൻ്റെ കൈ എടുക്കുമ്പോൾ ശ്യാമ ആ ബെഡിൽ അങ്ങ് ചെന്ന് വീഴാണ് കേട്ടോ. ഇതേ സമയം ആകെ ഞെട്ടിപ്പോവാണ് ശാലിനി. ഇതെന്താ ഇവൾ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയണം, അതെ, അവളുടെ ഏറ്റവും വലിയ മരുന്ന് അവളുടെ കുഞ്ഞേച്ചിയാണ്. അവളെ എപ്പോഴും ഒരേ ഒരു വാക്കേ അവൾ പറയുന്നുള്ളൂ, കുഞ്ഞേച്ചി. അതുകൊണ്ടാണ് ശാലിനി നിന്നെ ഞാൻ കൊണ്ടുവന്നതെന്ന് പറയണം കേട്ടോ. ഇനി കാര്യങ്ങളൊക്കെ ശ്യാമയുടെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഇനി എന്തായാലും ഇങ്ങനെ വെളിപ്പെടുത്താൻ പോകുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ.